അവരോട് അവര് കൂടുതൽ ഇങ്ങോട്ട് ഇട്ടുതന്നെ കാര്യം ചോദിച്ചാൽ ഇപ്പൊ ചേച്ചി പറഞ്ഞ് രേണുസുധിക്ക് പോസിറ്റീവ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 3 മാസം കൂടെ 100 കിട്ടും. അപ്പൊ ഇനി കുറച്ചാൾ കഴിയുമ്പോൾ നെഗറ്റീവ് ഇടാൻ തോന്നി അല്ല അതെങ്ങനെ അറിയാം? സ്റ്റഡി ചെയ്തോ? എന്തിന് അതാണ് ഈ മണ്ട ചോദ്യം. ഈ സോഷ്യൽ മീഡിയ തുറന്ന് നീ യൂട്യൂബിൽ എനിക്കത് വേണ്ട. അവർക്ക് നെഗറ്റീവ് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഫ്രണ്ടായിട്ട് ഞാൻ അപ്പൊ പിന്നെന്താ എടുക്കൂലെന്ന് അറിയത്തില്ല. അച്ഛനെ വിളിച്ചാൽ മതിയല്ലോ. എനിക്കറിയത്തില്ല. ഞാൻ അവരെ അച്ഛനെ വിളിക്കാം. അങ്ങനല്ലല്ലോ, ഞങ്ങള് ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വിളിക്കുന്ന ഉടനെ എടുക്കാം. അവരച്ഛനെ കൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയല്ലേ. നിങ്ങൾ മോനെ ഒഴിച്ചു നീ 3 കോപ്പിക്കാതെ നിങ്ങൾ വിചാരിക്കുന്നത് അവളിപ്പോ ഒന്നും കിട്ടുന്നില്ല. ഞാൻ ചോദിക്കാൻ രേണുവിന്റെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മതി. നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വിളിക്കേ അച്ഛനെ വിളിക്കാം. രേണു ആദ്യം വിളിക്കാം. അവള് ഫോൺ എടുത്തില്ല എങ്കിൽ അച്ഛനെ വിളിക്കാം. ഞാൻ $100 അറിയാമെന്ന് ഞാൻ ചോദിക്കും. അറിയത്തില്ല പറഞ്ഞ ഇപ്പൊ പിന്നെ മിണ്ടരുത്. അത് നിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. എന്റെ വാ നിന്റെ കയ്യിൽ ഇരിക്കുകയാണോ? നിന്റെ സ്വിച്ച് ഇടണോ വേണ്ടായിരുന്നു? അല്ലല്ല, നിന്റെ കാമുകിയെ വിളിക്കാം. ഏതാടാ അല്ല അവള് ഇവിടെ പോയിരിക്കും കേട്ടോ. നാളെയാ? 30 നാളെ 30. നാളെയാ? അതാ ഞാൻ പറഞ്ഞ ചേച്ചിയെ വിളിക്കാൻ കിട്ടും. അവളെ വിളിച്ചാൽ കിട്ടും. നാളെ ഇല്ലയോ? ഒന്ന് വിളിച്ചാൽ കിട്ടും. നാളെ എന്തോ നാളെ അടുത്ത ടീം എടുക്കാമെന്ന് പറഞ്ഞു. നമ്പർ പോലും ഇല്ല. നടന്നു നമുക്ക് കരിപ്പടത്തെ കുറിച്ച് ഇതിനൊക്കെ രേണുവാ കണക്ക് പറയാൻ പോകുന്നത്. നീ പറയുന്നതിനൊക്കെ രേണു കണക്ക് പറയും. നീ കണ്ടോ? അത് കണക്ക് പറയാം. $100 അവിടെ